4 പതിറ്റാണ്ടിന് ശേഷം പഴയ ഓർമ്മകൾ പങ്കുവച്ച് അമ്പലപ്പുഴ കാക്കാഴം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. 4 പതിറ്റാണ്ടിന് ശേഷം പഴയകാല ഓർമ്മകൾ പങ്കുവച്ച് അവർ മാഞ്ചുവട്ടിൽ ഒത്തുകൂടി. കാക്കാഴം സ്കൂളിലെ 1977 SSLC ബാച്ചിലെ 70ഓളം പേരാണ് നീണ്ട 40 വർഷത്തിന് ശേഷം ഒന്നുചേർന്നത്. 2020 സ്നേഹസംഗമം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് ഈ കൂട്ടായ്മ രൂപീകരിച്ചത്. ഇതിനിടെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തി. സ്നേഹസംഗമത്തിന്റെ 5ാം വാർഷികത്തിൽ പങ്കെടുത്ത് സൗഹൃദം പുതുക്കാൻ വിദേശത്തു നിന്നും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയിരുന്നു. വാർഷിക സംഗമം ഗീത ഉദ്ഘാടനം ചെയ്തു. മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. സന്തോഷ്, ഗോപൻ, സജിത, സുഭദ്ര, പ്രകാശ്, ബാബു, ശശികുമാർ, ബഷീർ, പ്രദീപ്, ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കാക്കാഴം ഹൈസ്കൂളിലെ 1977 അവസാനിച്ച SSLC ബാച്ചിലെ ക്ലാസ്സിൽ ഓരോ ഡിവിഷനിലായിട്ട് പഠിച്ച ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു കൂട്ടായ്മ 2020 കൊറോണ കാലത്ത് ഞങ്ങൾ രൂപവൽക്കരിച്ചതാണ്. അന്ന് നമ്മുടെ 2 പ്രിയ സുഹൃത്തുക്കളുടെ കുമാരലതയുടെയും സുഭദ്രയുടെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് ഏകദേശം 75ഓളം കുട്ടികളുടെ അന്ന് പഠിച്ചിരുന്നവരുടെ ഫോൺ നമ്പറുകളൊക്കെ തപ്പിപ്പിടിച്ച് ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അത് ആ കൊറോണ കാലം കൂടെ ആയതുകൊണ്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയും അതൊരു കൂട്ടായ്മയായിട്ട് മാറുകയും ഹൃദയബന്ധം സൃഷ്ടിച്ച ഒരു കൂട്ടായ്മയായിട്ട് മാറുകയും 2021 ഞങ്ങളുടെ അതിൻ്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് അമ്പലപ്പുഴ വെച്ച് ഒക്ടോബറിൽ കൂടി. അതിനുശേഷം കൃത്യമായി പല പരിപാടികളും നമ്മൾ എല്ലാ വർഷവും സംഘടിപ്പിച്ച് നമ്മുടെ ഈ കൂട്ടായ്മ ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങുകളുണ്ടായി, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിരമിക്കുന്നവരെയൊക്കെ അനുമോദിക്കുന്ന ചടങ്ങുകളുണ്ടായി. അങ്ങനെ വളരെ സന്തോഷപൂർവ്വം ഒരു 72 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ന് ഇവിടെ വെച്ചിട്ട് ഈ ഒരു മീറ്റിംഗ് കൂടുന്നത്. ഒരുപാട് മറ്റ് ചടങ്ങുകളുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ സന്തോഷപൂർവ്വം ഇത് മുന്നോട്ട് പോവുകയാണ്. പല ലക്ഷ്യങ്ങളും പല ആശയങ്ങളും ഞങ്ങൾക്കുണ്ട്. അത് മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ അത് പ്രായോഗികമാക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങളിവിടെ തുടരുന്നത്.